രഞ്ജുവാണ് ടൂസൂപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാസ്പോർട്ടിനെ പറ്റിയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഈ പാസ്പോർട്ട് വന്നു കഴിഞ്ഞു. ഈ പാസ്പോർട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ പാസ്പോർട്ടിന്റെ കവർ പേജിൽ ഏറ്റവും ലാസ്റ്റിൽ ചിപ്പിന്റെ ഒരു ഗോൾഡൻ സൈൻ ഉണ്ടാവും. ഇതുള്ള പാസ്പോർട്ടൊക്കെ ഈ പാസ്പോർട്ടാണ്. എന്തിനാണ് ഈ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതും പിന്നെ ബയോമെട്രിക്കും ഈ RFID എംബഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഗേറ്റിൽ പോകുമ്പോൾ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് അവിടുത്തെ പ്രോസസ്സൊക്കെ വളരെ സിമ്പിൾ ആക്കാം എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. പിന്നെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മുടെ ഡേറ്റ സെക്യൂരിറ്റിയാണ്. നമ്മുടെ ഡേറ്റ വളരെ സേഫ് ആയിട്ട് ഇതിനകത്ത് എംബഡ് ചെയ്ത് വെക്കും എന്നുള്ളതാണ്. രണ്ടാമത് തട്ടിപ്പുകൾ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പാസ്പോർട്ട് വ്യാജമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം തന്നെ ഇനി ഇല്ലാതാവും എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ അപൂർവമാണ്. പക്ഷേ പല നാട്ടിലും ഇങ്ങനെയുള്ള തട്ടിപ്പ് നടക്കാറുണ്ട്. മൂന്നാമതായിട്ട് ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ പാസ്പോർട്ട് മാറും എന്നുള്ളതാണ്. ICAO ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ മാറും. ഏകദേശം 100 രാജ്യങ്ങൾ ഇപ്പോഴും തന്നെ ഈ സ്റ്റാൻഡേർഡിലാണ് പാസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ പാസ്പോർട്ട് മാറും എന്നുള്ളതാണ്. 4 ഓട്ടോമേറ്റഡ് ക്ലിയറൻസ്. ഇപ്പോഴും നമ്മൾ ഫിസിക്കൽ പാസ്പോർട്ട് അവരവിടെ നോക്കിയാണ് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നതെങ്കിൽ ഇനിയും ഈ പാസ്പോർട്ട് ഉണ്ട് എങ്കിൽ മെഷീൻ ലേണിംഗ് വഴി സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ക്യാപ്ചർ ആവും എന്നുള്ളതാണ്. ഏതൊക്കെ ഡേറ്റയാണ് അവിടെ ക്യാപ്ചർ ആവുന്നത് നോക്കാം. നമ്മുടെ ഫിംഗർ പ്രിന്റ്, ഡിജിറ്റൽ ഫോട്ടോ, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫേസ് റെക്കഗ്നീഷന്, ഒബിയസ്ലി നമ്മുടെ ഫുൾ നെയിം, ഇതെല്ലാം ഈ RFID ഉണ്ടായതുകൊണ്ട് ഈ ഗേറ്റിൽ പോകുമ്പോൾ ഓട്ടോ ക്യാപ്ചർ ആയിട്ട് അവിടെ കിട്ടും. മെഷീൻ ലേണിംഗ് അതെല്ലാം നോക്കി പ്രോസസ്സ് ചെയ്തോളും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാസ്പോർട്ട് വഴി നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ. നമ്മുടെ ഡേറ്റ സെക്യൂർ ആവും. നമ്മൾ ഇവിടെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് അവിടെ പ്രോസസ്സ് ഒക്കെ കഴിയും. അപ്പോൾ നമ്മുടെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ പാസ്പോർട്ട് മാറുകയാണ്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോർമൽ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പാസ്പോർട്ട് ആയിരിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും നമ്മുടെ പഴയ പാസ്പോർട്ട് ആണ് എങ്കിൽ ഇതിന് വേണ്ടിയിട്ട് റിന്യൂ ചെയ്യാനായിട്ട് നിൽക്കണ്ട. അടുത്ത പ്രാവശ്യം റിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പാസ്പോർട്ട് വരും. അതായത് നമുക്കുള്ള പാസ്പോർട്ട് ഇനി നമുക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ റിന്യൂ ചെയ്തിട്ട് ഈ പാസ്പോർട്ടിലേക്ക് മാറ്റേണ്ടത് ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള ട്രാവൽ ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇപ്പോഴും ഇവിടെ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.